വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്രത്യേകതരം ചികിത്സാ രീതിയാണ് ഫുഡ് റിഫ്ലക്സോളജി അഥവാ പാദമർമ്മ ചികിത്സ. സ്ഥാപനം തുടങ്ങിയിട്ട് ഇന്ന് 10 വർഷം തികയുന്നു. നമുക്കിനി ഈ ക്ലിനിക്കിലെ ഡോക്ടറിനെ പരിചയപ്പെട്ടാലോ? വായോ. നമുക്ക് ഇവിടുത്തെ ഡോക്ടറെയും ഈ ചികിത്സാ രീതിയെയും ഒന്ന് പരിചയപ്പെട്ടാലോ? നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ചികിത്സാ മേഖലയിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? എൻ്റെ 18ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു കാഴ്ച കുറഞ്ഞു പോകുന്നൊരു അസുഖം പിടിപെടുകയും ഡോക്ടർമാർ ഏതാണ്ട് ഒരു 30 വയസ്സാകും വരെ തന്നെ കാഴ്ച ഉണ്ടാവുള്ളൂ എന്നോട് പറഞ്ഞത്. ചികിത്സയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മനസ്സ് വിഷമത്തിരിക്കുന്ന സമയത്താണ് ഏതാണ്ട് ഒരു 30 വയസ്സ് കഴിഞ്ഞപ്പോൾ ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറഞ്ഞ ചികിത്സയെപ്പറ്റി അറിയുകയും കൊച്ചിയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിൽ 3 വർഷം തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടുതൽ പഠിക്കാനായിട്ട് ഞാൻ ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന NIBH എന്ന ഒരു സ്ഥാപനത്തിൽ ആ കോഴ്സ് പൂർത്തിയാക്കിയാണ് ചെയ്തത്. എന്തെല്ലാം രോഗങ്ങൾക്ക് ചികിത്സിക്കാം? ഇവിടെ വരുന്നവർക്ക് വ്യത്യാസം വരാറുണ്ടോ? എന്താണ് അവരിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായം? ഇവിടെ വിവിധതരം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് വരുന്നത്. ചില പേഷ്യൻ്റൊക്കെ വരുന്നത് എല്ലാ ചികിത്സകളും കഴിഞ്ഞിട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സ്റ്റേജിലാണ് നമുക്ക് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ശാരീരികപരമായിട്ടുള്ള വേദനകൾ. അതിൽ ഏറ്റവും പ്രധാനം മൈഗ്രെയിൻ തലവേദന, പിന്നെ കഴുത്ത് തേയ്മാനമുള്ള കഴുത്ത് വേദന, നടുവേദന, പിന്നെ കാലുകളുടെ മുട്ടുവേദന, കാൽപാദത്തിലുള്ള ഈ ചുട്ടുപൊള്ളൽ, പിന്നെ മരവിപ്പ്, ബലക്കുറവ്, പിന്നെ ഉറക്കക്കുറവ്, പിന്നെ ഇന്നത്തെ ന്യൂ ജനറേഷൻ തൊഴിൽ മേഖല ഈ IT മറ്റേ കമ്പ്യൂട്ടർ വൽക്കരണം അതിനോട് ഒരേ ഇരിപ്പ് എന്ന് ചെയ്തുള്ള തലവേദനയും ഉറക്കക്കുറവും, കൂടുതൽ സ്ട്രെസ് വന്നവരുടെ ഡിപ്രഷൻ, പിന്നെ ഈ സ്ട്രോക്കുകൾ വന്ന് പകുതി വന്ന പക്ഷാഘാതം, പിന്നെ ഡയബറ്റീസ് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ അസുഖം. അത് ഞരമ്പുകൾക്ക് കയറി പിടിക്കുമ്പോൾ നമ്മുടെ കാൽഭാഗത്തിന് ചവിട്ട് സെൻസ് നഷ്ടപ്പെടും. അങ്ങനെയുള്ള കേസൊക്കെ വരുന്നുണ്ട്. അവർക്കൊക്കെ നല്ല മാറ്റമാണ് നമ്മളിവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. എല്ലാവരും രോഗനിർണയം അതിനനുസരിച്ച് കുറച്ച് ദിവസം വരേണ്ടി വരും. അതിനനുസരിച്ചാണ് മാറ്റം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. സ്റ്റാഫുകളുണ്ട്. എൻ്റെ സഹോദരിയാണ് ഞാൻ തുടങ്ങിയപ്പോഴുള്ളത്. സഹോദരിക്ക് എന്നെ പോലെ തന്നെ ഒരു 27-28 വയസ്സിൽ കാഴ്ച കുറഞ്ഞു പോയതാണ്. അപ്പോൾ എൻ്റെ കൂടെ തുടങ്ങിയപ്പോൾ സഹോദരിയുണ്ട്. ഈ ഒരു ക്ലിനിക്കിൽ എത്ര വർഷമായി വർക്ക് ചെയ്യുന്നു? 10 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇവിടെ വരുന്ന രോഗികൾക്ക് നല്ല ആശ്വാസത്തോടുകൂടിയാണ് എല്ലാവരും പോകുന്നത്. അവർ പറഞ്ഞാണ് ഇവിടെ അടുത്തവർ വരുന്നത്. ഇനി നമുക്ക് ചികിത്സ ചെയ്യുന്നതൊന്ന് കണ്ടാലോ? ശ്രീ യോഗേശ്വര ഫുഡ് റിഫ്ലക്സോളജി സെൻറ്റർ 10 വർഷം തികഞ്ഞിരിക്കുന്ന ഈ സന്തോഷം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കുന്നു. ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് ഉദയംപേരൂർ ചെറുപുഷ്പം സ്റ്റുഡിയോയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ്.